ഹായ് ഗായ്സ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഓഫ് പേജ് എസ്ഇഒനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഗൂഗിൾ ബിസിനസ്സിൽ എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യാന്ന് കണ്ടു. ഇതുപോലെ തന്നെ വേറൊരു ലിസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ബിങ് ബിസിനസ് സ്യൂട്ട് എന്ന് പറയുന്നത്. സോ ബിങ് ബിസിനസ് എന്ന് പറയുന്നതും നമ്മൾ ഗൂഗിൾ ബിസിനസ് പോലെ തന്നെയാണ്. എന്തുകൊണ്ടാണ് ബിങ് ബിസിനസ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിള്, വിൻഡോസ്, അതുപോലെ തന്നെ ആപ്പിൾ, ഈ മൂന്ന് ഡിവൈസുകളാണല്ലോ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസുകളിൽ ഒന്നാണ് ഏത് മൈക്രോസോഫ്റ്റിന്റെ കോർ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ബിങ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ബിങ് പ്ലേസസ് ഫോർ ബിസിനസ് എന്ന് പറയുന്നതും വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫ് പേജ് എസ്ഇഒക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡായിട്ട് കണക്കാക്കുന്നത്. സോ നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് കാണാം. ആദ്യം നമ്മൾ ബിങ് ബിസിനസ് എന്ന് ഗൂഗിളിൽ എടുത്ത് നോക്കി. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടാവും. നമ്മൾ ഇതിൻ്റെ ആദ്യം കാണുന്ന സൈറ്റിൽ തന്നെ കയറുക, ബിങ് പ്ലേസസ് ഫോർ ബിസിനസ് എന്നിട്ട് കയറുക. സോ നമ്മളിപ്പോൾ ബിസ് പേജിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം എങ്ങനെയാണ്. സോ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. എല്ലാം വായിക്കുമ്പോഴും പിന്നെയും പിന്നെയും പറയുകയാണെങ്കിൽ നമ്മൾ മാക്സിമം അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും വായിച്ചു നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ചൂസ് ആൻ അക്കൗണ്ട്. സോ ഞാൻ ഓൾറെഡി ജിമെയിൽ സൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ടാണ് അതിന് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്കോ മൈക്രോസോഫ്റ്റ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വരെ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് നോക്കിയേ, ഇപ്പോൾ ഇതിൽ കണ്ടോ, ഇമ്പോർട്ട് ബിസിനസ് ഫ്രം ഗൂഗിൾ എന്ന് കണ്ട് കാണിക്കുന്നുണ്ട്, ക്രിയേറ്റ് ബിഗ് പ്രൊഫൈൽ ഇൻ 3 steps എന്ന് കണ്ട് കാണിക്കുന്നുണ്ട്. സോ നമുക്ക് ഗൂഗിളിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഗൂഗിൾ ബിസിനസ് പഠിപ്പിച്ചതിന് കാരണം തന്നെ ഗൂഗിളിൽ നമ്മളൊരു പ്രൊഫൈൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ബിങ്ങിൽ ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. സോ അത് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത പോലെ GBB നമ്മൾ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു. സോ ഇമ്പോർട്ട് ഫ്രം ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ എന്ന് കണ്ടു. ഓക്കെ, ഐ വാണ്ട് ടു സിങ്കർണൈസ് മൈ ബിസിനസ് ഡാറ്റ വിത്ത് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ അറ്റ് റെഗുലർ ഇന്റർവെൽസ്. നോക്കിയാൽ വീക്കിലി ആണോ മന്ത്ലി ആണോ എങ്ങനെ വേണ്ടത്. ഞാൻ പറയുന്നത് വീക്കിലാണ് ഏറ്റവും ബെസ്റ്റ്. ബൈ വീക്കിലി എന്ന് പറയുന്നത് ബെറ്റർ ആണ്. റെക്കമെൻഡ് ചെയ്യുന്നത് വീക്കിലിയാണ്. സോ നമ്മൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ തന്നെ കൊടുത്തു. അടുത്ത് നമ്മുടെ അക്കൗണ്ട് ഏതാ, ബിസ് പേജ് റിസർച്ച് ആണ്. സോ ഞാൻ ബിസ് പേജ് റിസർച്ച് തന്നെ കൊടുത്തു. അപ്പോൾ അതിൽ നമ്മുടെ എത്ര ബിസ് പേജിൽ റിലേറ്റഡ് ആയിട്ടുള്ള എത്ര ഗൂഗിൾ മൈ ബിസിനസ്സിൽ ലിസ്റ്റ് ചെയ്ത പ്രൊഫൈലുകൾ ഉണ്ട് എന്നുള്ളത് ചോദിക്കും. സോ നമ്മൾ അതിൽ ഏതൊക്കെ പ്രൊഫൈലാണ് ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കുക. ഇപ്പം നോക്കിയാൽ അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഫൈൽസും എനിക്ക് ഇമ്പോർട്ട് ആയിട്ട് വന്നു. നമുക്ക് ആകെ 2 പ്രൊഫൈലാണ് ഉള്ളത്, ഒന്ന് റിലയൻസിനും പിന്നെ ഒന്ന് ബിസ് പേജിനും. സോ കണ്ടോ, ഞാൻ ബിസ് പേജ് മാത്രമാണ് എടുക്കുന്നത്. സോ അതെടുത്തിട്ട് ഞാൻ ഇമ്പോർട്ട് കൊടുക്കാൻ പോവാണ്. ഞാൻ ഡൗൺലോഡ് കൊടുത്തു. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ബിങ് ബിസിനസ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് കിട്ടുകയും ചെയ്യും, ഇതിലെല്ലാം ലിസ്റ്റ് ആവുകയും ചെയ്യും. നോക്കിയാൽ സിംഗർനെസ് വിത്ത് ഗൂഗിൾ, ഇപ്പോൾ അതിലുള്ളതെല്ലാതും ഇതിലും പബ്ലിഷായി. ഇങ്ങനെയാണ് നമ്മൾ നോർമൽ ആയിട്ടുള്ള കേസുകളിൽ ബിങ് ബിസിനസ്സിൽ ഒരു പേജിനെ പബ്ലിഷ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കി നോക്കാം. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതിലൊന്ന് സിംഗർണൈസ് ചെയ്യണം. സിംഗർണൈസ് ചെയ്തതിനു ശേഷം ആഡ് എ ബിസിനസ് എന്നിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇപ്പൊ ഇത് പെൻഡിങ് പബ്ലിഷ് എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്, പുതിയൊരു ഇതായതുകൊണ്ട്. ഒരു 1 hour 2 hours അല്ലെങ്കിൽ ഒരു 24 hours ഈ സാധനം നോർമൽ ആയിട്ടുള്ള കേസിൽ പബ്ലിഷ് ആവാറുണ്ട്. ഓക്കെ, സോ ഇത് പബ്ലിഷ് ആയി കഴിഞ്ഞാൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്, ഫീച്ചേഴ്സ് ആണ് ഇത് ഈ കാണുന്നതെല്ലാം. പബ്ലിഷ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്യുന്നത് പോലെ തന്നെ ഈ ബിസിനസ് ഡീറ്റെയിൽസിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ നമ്മുടെ ബിസിനസ്സിന് എടുത്തു, നമുക്ക് അതിനുള്ള എന്തെങ്കിലും എഡിറ്റ്സ് ചെയ്യാനുണ്ടെങ്കിൽ കണ്ടോ പെൻഡിങ് ടു പബ്ലിഷ് ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷേ എന്നാൽ കൂടി ഇത് പബ്ലിഷ് ആയി കഴിഞ്ഞാൽ കുറെ ഫീച്ചേഴ്സ് നമുക്ക് എനേബിൾ ആയിട്ട് കിട്ടും. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് എവരിതിങ് ട്രാക്കിംഗ് ആണ്. സോ ട്രാക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ബിങ് യൂസ് ചെയ്തിട്ട് വരുന്ന എല്ലാ അനലിറ്റിക്സും നമുക്ക് ഇതിൻ്റെ ഉള്ളിലും കിട്ടും. പിന്നെ നമുക്ക് ഇതിനുള്ളിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് ഓർ ഡീൽസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. സോ മാക്സിമം ഇത് എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഏത് ആഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയൊരു ഫീച്ചറാണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. സോ ഞാനിവിടെ ഒരു അനൗൺസ്മെന്റ് പുതിയതായിട്ട് കൊടുക്കാൻ പോവാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഫോർ എംപ്ലോയീസ്, പുതിയൊരു കോഴ്സ് കൊടുക്കാൻ പോവാണ്. സോ ഇതാണ് എൻ്റെ അനൗൺസ്മെന്റ്. സ്റ്റാർട്ടിങ് ഓൺ എവരി മൺഡേസ് നമ്മുടെ ഫീച്ചറാണ്. ഇങ്ങനൊരു ക്യാപ്ഷൻ കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ChatGPT എടുത്ത് കുറച്ച് സജഷൻസ് ചോദിക്കാം. ChatGPT സജഷൻസ് ചോദിച്ചാൽ ChatGPT ഇതേപോലെ നമുക്ക് പറ്റിയ ഒരു സജഷൻസ് തരും. സോ ഞാൻ അതിനുള്ള ഒരു ChatGPT സജഷൻ ചോദിക്കുകയാണ്, ഗെറ്റ് മീ എ, നിങ്ങൾ വേണ്ടത് നമുക്ക് തന്നെ ടൈപ്പ് ചെയ്യാം അല്ലേ, മാർക്കറ്റിംഗ്
സോ അതിൽ ക്യാരക്ടർ റെസ്ട്രിക്ഷൻ ഉണ്ട്. സോ നമ്മൾ മാക്സിമം 500 ക്യാരക്ടേഴ്സിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 500 ക്യാരക്ടേഴ്സ് എഴുതാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഓതന്റിക് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഞാനിങ്ങനെ കൊടുത്തു, കോൺടാക്ട് കൊടുത്തു, ബൂസ്റ്റ് യുവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ ആൻഡ് ലേൺ SEO കൊടുത്തു. ഇന്ന് എന്താണ് സ്റ്റാർട്ട് ചെയ്യണത്, എന്താണ് എൻഡ് ചെയ്യണത്, ഞാൻ ഇന്നത്തെ ഡേറ്റിന് കൊടുത്തു. എൻഡ് ഡേറ്റ് നമുക്കൊരു November 25 കൊടുക്കാം. URL ബിസിനസ് URL ബിസിനസ് പേജ് research.com എന്ന് കൊടുത്തു, സേവ് കൊടുത്തു. അപ്പോൾ 24 തൊട്ട് 48 മണിക്കൂർ വരെ എടുക്കും ഈ സാധനം പബ്ലിഷ് ആയി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ആ ഒരു ടൈം കണക്കാക്കണം. അപ്പോൾ ആക്ച്വലി നമ്മുടെ ബിസിനസ് ഇതിലേക്ക് ഇമ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ പബ്ലിഷ് ആയിട്ടില്ല. പബ്ലിഷ് ആയതിനു ശേഷമാണ് ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ചുകൂടി ഫീച്ചേഴ്സ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബേസിക് ഡീറ്റെയിൽസ് മറ്റേതിൽ സംബന്ധിച്ച് ഇതിൽ മാറ്റണമെങ്കിലോ നമുക്ക് ഇതിൽ മാറ്റാനും ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാനും പറ്റും. ഇതാണ് ജനറിക് ആയിട്ടുള്ള ബിങ് ബിസിനസിന്റെ ഒരു ഔട്ട്ലൈൻ.